ഇത് നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. അങ്ങനെ പിള്ളേരെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഡ്രസ്സ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ. ഇത് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് തന്നതായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിറ്റേന്ന് നമുക്ക് പാസ്പോർട്ട് ഓഫീസിൽ പോകണമായിരുന്നു. അപ്പോൾ ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഇട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് തയ്ക്കാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ. വേറെ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ അത് കിട്ടിയത് അവിടെ അങ്ങനെ അവിടെ വച്ചേക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു, അത് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഷേപ്പ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കറി വയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കുറച്ച് മീൻ ഇരിക്കണ്ടായിരുന്നു. മീനിൻ്റെ പേരൊന്നും പറയാൻ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ പിന്നെ അത്യാവശ്യം നല്ലൊരു മീനായിരുന്നു. അപ്പോൾ പിന്നെ വറുത്തരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. തേങ്ങയൊക്കെ വറുക്കാനിട്ടു, പിന്നെ മുളകും കാര്യങ്ങളൊക്കെ ഇട്ട് അത് വറുത്ത് വെച്ചു. സാധാരണ ഒരു ഇച്ചിരി നല്ല നമ്മൾ കഷ്ണമീൻ പോലുള്ള കേര അങ്ങനെയുള്ള മീനൊക്കെ ആണെങ്കിലാണ് ഇങ്ങനെ വറുത്തരച്ച് വയ്ക്കാനൊക്കെ നിൽക്കാറുള്ളൂ. വെറുതെ തേങ്ങ അരച്ച് വയ്ക്കണ കറീനോട് എനിക്ക് തീരെ താല്പര്യമില്ല. അതല്ലെങ്കിൽ മുളക് ചാറ്, വെറുതെ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് വയ്ക്കണ കറി ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഇങ്ങനത്തെ മീനൊക്കെ വയ്ക്കുമ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്തരച്ച് വയ്ക്കുന്നത്. നമ്മൾ മുളകാറ് വയ്ക്കുമ്പോൾ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് അങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങയൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പാൻ വെച്ച് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് കറി വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നമുക്കൊരു ഹാമ്പർ പിറ്റേന്നത്തേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്കൊരു വാച്ചും ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണമായിരുന്നു. അപ്പോൾ ഡ്രസ്സ് എടുത്ത വീഡിയോ ഒന്നും ഞാൻ കാര്യമായിട്ട് ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് അതിലേക്കുള്ള ബോക്സും അതിൽ വച്ച് കൊടുക്കാനുള്ള വാച്ച്, ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ കറിയൊക്കെ വെച്ച് പണിയൊക്കെ തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. എത്ര വേഗത്തിൽ വയ്ക്കാമെന്ന് വിചാരിച്ചാലും എങ്ങനെ പോയാലും ലേറ്റ് ആവും. എൻ്റെ കാര്യം അങ്ങനെയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ പണികളുണ്ടാകും. കാര്യം ഉമ്മ ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ. മിക്കവാറും ഞാനിങ്ങനെയുള്ള പണികൾക്കും കേക്ക് ഉണ്ടാക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അടിച്ചു വാരലും തുടക്കലൊക്കെ മിക്കവാറും ഉമ്മയുടെ പണി തന്നെ ആയിരിക്കും. അതുകൊണ്ട് നല്ല ഹെൽപ്പിംഗ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ലേറ്റായി പോകും. അങ്ങനെ കറിയൊക്കെ തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് കറിയൊക്കെ അവിടെ റെഡിയാക്കാൻ വെച്ചു. അതിൻ്റെ ഇടയിൽ മീനും പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം ചെയ്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഗ്യാസ് അടുപ്പും ഒന്ന് ക്ലീൻ ആക്കാമല്ലോ. അപ്പോൾ മീനൊക്കെ പൊരിക്കായിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ചുട്ട അപ്പത്തിൻ്റെ മാവ് കുറച്ച് ആ പാത്രത്തിൽ തന്നെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു അടപ്പുള്ള പാത്രത്തിലേക്ക് ഊറ്റി ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് അതും ഊറ്റി വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കോരി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചൺ സ്ലാബും അടുപ്പ് കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കണമായിരുന്നു. അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതൊക്കെ എൻ്റെ മിക്ക വീഡിയോസിലും ഞാൻ ആഡ് ചെയ്യണതായതുകൊണ്ട് തന്നെ അങ്ങനെ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കറിയൊക്കെ നല്ല സെറ്റായിട്ട് ഇരിക്കണ്ടായിരുന്നു. കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ വെള്ളം വറ്റിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറൊക്കെ തിന്നാൻ വേണ്ടിയിരുന്നു. ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കടയിലോട്ട് പോയത്. നല്ല വിശക്കണോണ്ട് തന്നെ കുളിക്കാൻ നിന്നില്ല. അതിന് മുമ്പ് തന്നെ ചോറ് നിന്നിട്ടാണ് കുളിക്കാൻ ഇറങ്ങിയത്. പിന്നെ നമ്മൾ വാച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മൂവാറ്റുപുഴയുള്ള കടയിൽ വന്നു. വെറുതെ കടയിലല്ല, വാച്ചിൻ്റെ തന്നെ ഷോറൂമിൽ തന്നെയാണ് കേട്ടോ വന്നത്. അവിടെ വന്ന് അവർ പറഞ്ഞ രീതിക്കൊക്കെ ഉള്ള ഈ ഒരു വാച്ചാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അത് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഹാമ്പറിലേക്കുള്ള ബോക്സ് വാങ്ങിക്കാനൊക്കെ ആയിട്ട് പോകണമായിരുന്നു. അതിൻ്റെ കേക്കിൻ്റെ എല്ലാ ഐറ്റംസും വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. അവിടെ ചെന്നപ്പോൾ ബോക്സിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ കൺഫ്യൂഷനായി പോയി. പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള അഫോർഡ് ചെയ്യുന്ന രീതിക്ക് ഒരു ബോക്സും വാങ്ങിച്ചു. പിന്നെ നമ്മൾ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിൽ ഒന്ന് ചോക്ലേറ്റിൻ്റെ സെക്ഷനിലേക്ക് ഒന്ന് കുറച്ച് ചോക്ലേറ്റ്സ് കൊടുത്തു. അവർ പറഞ്ഞ ബഡ്ജറ്റിനനുസരിച്ചുള്ള കുറച്ച് ചോക്ലേറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വെച്ച് നമ്മൾ ഹാമ്പറൊക്കെ സെറ്റ് ചെയ്തു. ഇതാണ് ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഒരു കേക്കും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.